ഹലോ, വെൽക്കം ടു മോംസ് റൂട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ വീഡിയോ ഇന്നലെ ഈവനിങ്ങിലെടുത്ത കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നലത്തെ വൈകുന്നേരം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ചെടികളിൽ പൂക്കളുണ്ടാവുന്ന ചെടികളിൽ ചെയ്യണ ഒരു ഇത് കാണിച്ചു തരാട്ടെ. എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ എന്താണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലുള്ള ഒരു സാധനം വെച്ച് മാത്രമാണ് ഞാൻ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കൽ. പിന്നെ നമ്മൾ സാധാരണ പൂക്കളിടാത്ത ചെടികൾക്ക് ഞാൻ വളം ചെയ്യുന്നതൊക്കെ ഞാൻ മിക്സഡ് വളമൊക്കെ കൊടുക്കലുണ്ട്. പക്ഷേ പൂക്കൾ നന്നായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അന്ന് നമ്മൾ കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ എണ്ണയില്ലാത്തൊരു സ്നാക്സും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എന്നും പറഞ്ഞ പോലെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണയും ലൈക്കൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കമൻസുകളൊക്കെ അറിയിക്കുക. ഇന്ന് രാവിലെ മുതൽ പുല്ല് വെട്ടാൻ ഒരാളുണ്ട് കേട്ടോ പറമ്പിൽ. അപ്പോൾ അത് അവർക്ക് രാവിലെ നിന്നതാണ്. നമ്മളെ പറമ്പ് കുറച്ച് കൂടുതലുണ്ട്. അത് നമ്മൾ ഷെയറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടിയുള്ള പറമ്പ് ഇങ്ങനെ ഒന്നിച്ച് കിടക്കട്ടോ. അപ്പോൾ അതിൽ നന്നായിട്ട് പുല്ലും കാര്യങ്ങളും പൊന്തായിട്ട് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ വെച്ചിട്ട് നമ്മൾ ചെയ്യിക്കണേക്കാട്ടി ഒന്നും കൂടി നമുക്ക് എളുപ്പം ഇതല്ലേ. അപ്പോൾ ഇങ്ങനെ പുല്ല് വെട്ടുന്ന ആളെ വിളിച്ചിട്ട് ഒന്നിച്ച് ഒരു ദിവസം വെച്ചിട്ട് വെട്ടിക്കലാണ് ചെയ്യുന്നുണ്ടാ. അപ്പോൾ അയാൾ രാവിലെ മുതലേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെട്ടുന്നുണ്ട്. ബാക്കും മുന്നും സൈഡൊക്കെ എല്ലാ ഭാഗങ്ങളും വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അവർക്ക് ഉള്ള ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഓരോരോ തിരക്കുകളായ കാരണം കൊണ്ട് 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കിയതിന് ശേഷം എന്താ നമ്മൾ കുറച്ച് കോഴിക്കാഷ്ടം എടുത്തിട്ടുണ്ട് കേട്ടോ. കോഴിക്കൂടൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് രാവിലെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുളിക്കണതിൻ്റെ മുന്നേ. അപ്പോൾ അതെടുത്തിട്ട് ഞാനൊരു വളമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴിക്കാഷ്ടം നല്ല ഇതാണ് കേട്ടോ. ഈ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നന്നായിട്ട് ഫ്ലവർ ചെയ്തു നമുക്ക്. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്നുള്ളത് ഇങ്ങനെയാണ്. നമ്മൾ കോഴിക്കാഷ്ടം നന്നായിട്ടൊന്ന് കലക്കി വെക്കണം. വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വെക്കട്ടെ. കുറച്ചിങ്ങനെ വെള്ളമാക്കിയിട്ട് നന്നായിട്ട് കലക്കിയിട്ട് കുതിർന്ന് കിട്ടണം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കുതിർത്തതിന് ശേഷം വേണം നമുക്ക് ഇത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ എനിക്ക് കുറേ ജോലികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്നിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുത്തേ ഉള്ളൂ. എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒന്നിച്ചുകൊണ്ട് വീഡിയോ എടുത്തതാണ്. ഇത് കുതിർത്തതിന് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും വൈകുന്നേരമാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കൽ. കുറച്ച് ഇരുട്ടാവണ ഒരു സമയത്തിട്ടാ, അല്ലെങ്കിൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കോഴിക്കാഷ്ടല്ലേ. പക്ഷേ ഇത് നല്ല ബെസ്റ്റ് വളമാണ്. പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നല്ലതാണ്. നന്നായിട്ട് നനച്ചെടുക്കണം. കുറച്ച് ചൂട് കൂടുതലുള്ളതാണ് ഈ വളത്തിന്. പക്ഷേ ഇത് നമുക്കൊരു പുറത്തുനിന്ന് വളം വാങ്ങിയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കാഷ്ടം അങ്ങനെ ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേരുകളിലൊക്കെ നന്നായിട്ട് അത് പിടിച്ചെടുത്തിട്ട് നന്നായിട്ട് ഫ്ലവർ കിട്ടും കേട്ടോ. ഞാൻ ഈ മാസങ്ങളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കും. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ നന്നായിട്ട് ബോഗൺവില്ല നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുള്ളത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബോഗൺവില്ലയിൽ ഇപ്പോൾ 1-2 പൂക്കളൊക്കെ ആയിട്ടേ വരണേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായതിന് ശേഷം ഇനി ഒരു 15 ദിവസത്തിന് ശേഷം നന്നായിട്ട് ഇല കാണാതെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇനി നമ്മൾ വീഡിയോയിൽ ഇനി ഷെയർ ആക്കണ്ട്. ബോഗൺവില്ലയുടെ കെയറിങ്ങും പിന്നെ അതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ തുടങ്ങിയൊക്കെ ഒരു അവസരത്തിലിട്ടാ. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ കാണാം. ഒരു ഇല പോലും ഇല്ലാതെ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ട് ഉണ്ട്. നമ്മൾ എല്ലാ ബോഗൺവില്ല ചെടികളും നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു വളം ഇത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ആക്കിയത്. ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഫ്ലവർ ഉണ്ടാവും. പിന്നെ നല്ല സൺലൈറ്റും വേണം. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു പറഞ്ഞല്ലോ ഒരു 2 മണിക്കൂർ ഞാനത് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 3 മണിക്കാണത് ഞാൻ വെള്ളത്തിൽ കലക്കിയത്. പിന്നെ ഞാനത് എൻ്റെ ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കലക്കി വെച്ചതിന് ശേഷം എടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത്.
അപ്പോൾ ഞാനത് അവിടെ ഒന്ന് കുതിരട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് നാളെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രൂട്ട്സാണ് കേട്ടോ ഞാൻ കൂടുതലും കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ, നമ്മൾക്ക് ബോക്സിലാക്കിയിട്ട് വെക്കലാണ് ഞാൻ കൂടുതലും ചെയ്യൽ. കട്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാൻ ഈസിയല്ലേ. അപ്പോൾ അതൊക്കെ കട്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വൈകുന്നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ്ട് അത് നാളെ ഇട്ടാ എന്താണ് നമ്മൾ അവർക്ക് കൊടുത്തേക്കാനുള്ളത്, അല്ലെങ്കിൽ നാളെ എന്താണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സെറ്റാക്കി വെക്കലുണ്ട്. അത് ഈ ഒരു സമയത്താണ് ഞാൻ ചെയ്യലുണ്ടാ. ഒരു 3 മണി 4 മണി സമയത്തൊക്കെ കിച്ചണിൽ വന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും. അപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമ്മളെ പണികൾ കുറേ ആക്കായിരിക്കും, നമുക്ക് കുറേ ഈസിയാവും. രാവിലത്തെ കാര്യങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പ്രിപ്പയർഡായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പെട്ടെന്ന് ജോലികൾ തീർത്ത് നമുക്ക് ഫ്രീ ആവാൻ വേണ്ടി പറ്റും. അല്ല എല്ലാതും ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്തായാലും നമുക്ക് നേരം വൈകിട്ടാ. അങ്ങനെ അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതാ മക്കൾക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നേരത്തെ, അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു ചെറിയ പിസ്സ മോഡൽ നമ്മൾ സംഭവം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നാളെ നല്ല നമ്മൾ കുറച്ച് ഞാൻ ചിക്കൻ എപ്പോഴും മാഗ്നേറ്റ് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. ഒരു 2 ദിവസത്തിനൊക്കെ കേട്ടോ, കൂടുതലൊന്നും വെക്കലില്ല, 1-2 ദിവസമേ ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച ഒരു സംഭവമാണിത്, ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒന്ന് സ്കൂളിൽ വരുന്ന സമയത്ത് എന്നൊന്നും ഉണ്ടാക്കുന്നില്ല, ചില ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോൾ ഒരു ഇതല്ലല്ലോ, നല്ലൊരു ഫുഡ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചില ദിവസങ്ങൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മാഗ്നേറ്റ് ചെയ്ത കാരണം കൊണ്ട് നമ്മൾ ചിക്കനിലൊക്കെ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. പിന്നെ അങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ കുഴച്ച് വെക്കലിട്ട മസാല ഒക്കെ, അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും ചെയ്യും. ഇനി ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ട് പിന്നെ പെട്ടെന്ന് തോന്നി ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ടൻ്റെ ഉണ്ണി ഉണ്ടല്ലോ, നമ്മൾ വെള്ളം മാറ്റിയിട്ട് ഉണ്ണി കുറച്ച് ബാലൻസ് നമ്മളെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട്, ഉപ്പ് ഏറ്റവും കുറച്ച് നമ്മൾ മുട്ടയിൽ എങ്ങനെ ഒഴിക്കുക ഇട്ടെടുക്കുക അതേപോലെ ഇട്ടാൽ അങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മളിതാ ബ്രെഡ് ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് കുട്ടികളുടെ വയറ് ഫില്ലാവും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല. നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും പൊരിച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡും നമ്മളതിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒന്ന് കുഴഞ്ഞ് സോഫ്റ്റായിട്ട് വരും കേട്ടോ. ബ്രെഡ് നമ്മൾ മുട്ടയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് മുട്ടയും ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള നമ്മൾ ചിക്കൻ മാറ്റിയിട്ടുണ്ട്, നമ്മൾ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഇട്ടാൽ നമ്മൾ ലേശം ബട്ടർ ഒഴിച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മുട്ടയും ബ്രെഡും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ വെജിറ്റബിൾസ് എന്താ വെച്ചാൽ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്, ഒന്ന് സ്ലൈസ് ചെയ്ത ക്യാബേജ്. പിന്നെ നമ്മൾ അതിൽ കുറച്ച് തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുള്ളിലുള്ള സീഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കട്ടാക്കി എടുത്തതാണ്. അപ്പോൾ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കം അങ്ങനെ അതും വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ക്യാപ്സിക്കം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീസാണ്, അപ്പോൾ ചീസ് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കലൊരു പിസ്സ മോഡലിട്ട്, അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും, അവർക്കൊന്ന് വയറൊക്കെ ഒന്ന് ഫില്ലാവും ചെയ്യുമല്ലോ. പിന്നെ നമ്മളിതാ വലിയ ഉള്ളി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഉള്ളി ക്യൂബായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ റെഡ് ചില്ലി സോസാണ്, അതും ഒരു സ്പൂൺ ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചെടുക്കാം.
ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസൊക്കെ നമുക്ക് കഴിയുന്നതും വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കട്ടോ, അതാണ് നല്ലത്. ഞാൻ ഉണ്ടാക്കി വെക്കലുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് ചില്ലി സോസ് ഉണ്ടാക്കി വെച്ചതായിരുന്നു. പിന്നെ ടൊമാറ്റോ സോസ് നമ്മൾ വാങ്ങിച്ചാട്ടാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാട്ടാ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് എണ്ണയിൽ മുക്കി പൊരിച്ച പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേക്കാട്ടിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നല്ലത്. കുട്ടികളെ വിശപ്പും മാറും. പിന്നെ അങ്ങനെ കേട്ടോ കുട്ടികളൊരു ഇഷ്ടമായിരിക്കും. ഞാനങ്ങനെ പുറത്തുനിന്ന് കഴിയുന്നതും വാങ്ങിക്കൊടുക്കലില്ല. പീസും കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോന്നായിട്ട് ഞാൻ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാനാണ് ശ്രദ്ധിക്കൽ. നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണം നല്ലതാണ്. പക്ഷേ അത്ര പുറത്തുനിന്ന് ഫുഡുകൾ അത്ര നല്ലതല്ല, എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ. പിന്നെ അതാ നമ്മളിനി രാത്രിയൊക്കെ കേട്ടോ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രിയൊക്കെയുള്ള എനിക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾ അത് കഴിച്ചു. പിന്നെ എന്തെങ്കിലും കഴിക്കും. ഞാൻ രാത്രി അങ്ങനെ ചോറ് കഴിക്കലില്ല. പിന്നെ ചപ്പാത്തിയും അങ്ങനെ കഴിക്കലില്ല കേട്ടോ. പിന്നെ അതാ നമ്മൾ മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. മക്രോണി നമ്മളിതാ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒട്ടാതെ നല്ല വേറിട്ടിട്ട് കിട്ടും. അപ്പോൾ പിന്നെ അത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ആദ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ചെറിയ പീസുകളാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കും വലിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കലിട്ടാ. ചോറ് കഴിയുന്നത് ഒഴിവാക്കലാണ്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷം നമ്മുടെ മക്രോണി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കൽ മക്രോണി കാര്യമായിട്ട്. പിന്നെ കുറച്ച് സോസുകൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സോയാ സോസും ചില്ലി സോസും പിന്നെ ടൊമാറ്റോ സോസും കൂടിയാണ് മിക്സാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ രാത്രിയിലെ ഫുഡും നമ്മൾ സിമ്പിളാക്കിയിട്ടാണ് കഴിക്കൽ. പിന്നെ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 7 മണി സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കൽ. എന്നിട്ട് നമ്മൾ ഖുർആനോത്തും ഇശാ നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് കുട്ടികളുടെ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങൽ. അങ്ങനെ ആകുമ്പോൾ നല്ലതാണ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 2-3 മണിക്കൂർ മുന്നെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ കിടക്കാൻ. ഫുഡ് കഴിച്ചങ്ങാണ്ട് നമ്മൾ പോയി കിടക്കാൻ പാടില്ല. അത് നമ്മൾ പൊണ്ണത്തടിയും പിന്നെ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അത് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളിതാ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളും ഇതന്നെ ചിലപ്പം കഴിക്കും. ഉമ്മാക്ക് ചോറ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഉമ്മാക്ക് അങ്ങനെയും കൊടുക്കും. മക്രോണിയും കാര്യങ്ങളൊക്കെ കഴിക്കലുണ്ട്. അപ്പോൾ അതും കൊടുക്കലുണ്ട്. അപ്പോൾ രാത്രി ചോറ് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻസുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.